വേഗം നവാസ് ആ ചോദ്യം ചോദിക്കാം, അരുൺ മറുപടി നൽകും. ഒന്ന് സ്മൃതി, അരുൺ വളരെ തന്ത്രപരമായി കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്ത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സുമോട്ടോ കേസെടുക്കാവുന്ന ഒരു കാര്യത്തിന് 6 ദിവസം കാത്തിരുന്നു. ഞങ്ങൾക്കിതിൻ്റെ ചാനലിൻ്റെ റെക്കോർഡുകളൊക്കെ പരിശോധിക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതു കാലത്താണ് ശ്രീ അരുൺ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ എയെ കുറിച്ച് വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചൊരു കാലത്താണ് നിങ്ങളിത് പറയുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒന്ന്, ശരി, നിങ്ങൾക്ക് സുമോട്ടോ കേസെടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് എന്തിനാണ് വിമുഖത കാണിക്കുന്നത്? തെളിവ് സഹിതമാണല്ലോ പരാതി തരിക. പരാതി ഇന്നലെ FIR ഇടണ്ടേ? FIR ഇടാൻ എന്തിനാണ് നിങ്ങൾ വിമുഖത കാണിച്ചത്? ഇനി അതും പോകട്ടെ, ഇനി FIR ഇടത് കഴിഞ്ഞാൽ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ശനി ഞായറും കേരള പോലീസിന് അവധിയൊന്നുമില്ലല്ലോ. എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാതിരുന്നത്? സകല മാധ്യമങ്ങളുടെ ക്യാമറകൾ പോലീസിന് പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. എവിടെയെങ്കിലും കയറി റെയ്ഡ് ചെയ്യുന്നൊരു വീഡിയോ പുറത്തു വന്നോ? അതും വന്നില്ല. ഇനി അതും പോട്ടെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം മജിസ്ട്രേറ്റിൽ നിങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തോ ഇദ്ദേഹം പരസ്യമായി ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുന്നു? റിപ്പോർട്ട് ചെയ്യണത് കേരള പോലീസ് അല്ലേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. പോകട്ടെ, ഇത് നടത്തിയിട്ടുള്ള ജനൻ TVയും അതിന് നേതൃത്വം കൊടുത്ത അനിൽ നമ്പ്യാരും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വന്നല്ലോ. ആ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കേസ് എടുത്തോ? എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് വെച്ചോ? വെച്ചില്ലല്ലോ. ഇനി അതും പോട്ടെ, ഇന്ന് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി വരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ കളവ് പ്രചരിപ്പിക്കുക എന്നല്ലാതെ ഒരു ആത്മാർത്ഥതയുടെ കണിക പോലും നിങ്ങൾ കാണിച്ചില്ല. പിന്നെ സ്മൃതി, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പരൺകുമാർ പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര സ്റ്റണ്ട് കാണിച്ച് വീട് വളഞ്ഞു കൊണ്ടുപോയി എന്നാണ്. ഞങ്ങൾ പറയുന്നത് അന്ന് കൊണ്ടുപോയ പോലീസിന് ആ PC ജോർജിന് ഇന്ന് പൊന്താത്തതിന്റെ കാരണം അദ്ദേഹം BJPയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഇന്ന് അന്ന് ജനപക്ഷത്തിന്റെ ചെയർമാനാണ്. BJPയുടെ വൈസ് പ്രസിഡന്റ് ആകുമ്പോ നിങ്ങൾക്ക് എന്താ അദ്ദേഹത്തെ പൊന്താത്തത് നിങ്ങൾ മറുപടി പറയണ്ടേ? അതെ, ായിരുന്നു. BJPയുടെ പേടിയില്ല, അമിത്ഷായെ പേടിക്കണ്ട, മോഡിയെ പേടിക്കണ്ട, RSSനെ ഭയപ്പെടണ്ട. ശരി, അരുൺ മറുപടി. അല്ല, ഈ അങ്ങ് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേ. അതായത് ഇവിടെ പൊതുസ്ഥലത്ത് നടത്തുന്ന പ്രസംഗവും ചാനൽ ചർച്ചയിൽ നടക്കുന്ന ഒരു പരാമർശമോ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുള്ള കേസും രണ്ടും രണ്ടാണ്. ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. എവിഡൻസ് ഞാൻ പറയട്ടെ മിസ്റ്റർ, അല്ല നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കില്ല, തെറ്റിദ്ധരിപ്പിക്കല്ല. എനിക്ക് തന്ന സമയത്ത് ഞാൻ പറയുകയാണ്, അങ്ങാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു മിനിറ്റ് അരുൺ, FIR ഇടാൻ എന്താണ് തടസ്സം? ഒരു പരാതി വരുമ്പോൾ അതിൽ FIR ഇടാൻ എന്താണ് തടസ്സം? ഒരു പരാതി വരുമ്പോൾ അത് ഇലക്ട്രോണിക് എവിഡൻസ് ആണെങ്കിൽ, ഒരു ചാനൽ ചർച്ചയും ബന്ധപ്പെട്ട പരാമർശമാണെങ്കിൽ അതിന് 65B പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള അഫിഡവിറ്റും മറ്റു നോട്ടിഫിക്കേഷൻ വേണം. അതായത് ആ ഹാജരാക്കുന്ന ചാനൽ ചർച്ചയുടെ ക്ലിപ്പിംഗ് വേറെ തരത്തിൽ എഡിറ്റിംഗ് നടന്നിട്ടില്ല, ടാമ്പറിംഗ് നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എവിഡൻസ് ആക്ടിന്റെ 65B പ്രകാരമുള്ള പ്രൊസീജിയർ. അത് പൂർത്തീകരിക്കാതെ ഒരു പോലീസിന് കേസെടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഇതൊരു ചർച്ച നടക്കുകയാണ്, ഇവിടെ ഒരു വിവാദം ഉണ്ടായാൽ ആ ചർച്ച റിപ്പോർട്ടർ ചാനലിന്റെ ആധികാരികമായിട്ടുള്ള, അല്ല ഞാൻ പറയട്ടെ, റിപ്പോർട്ടർ ചാനലിന്റെ ആധികാരികമായിട്ടുള്ള രേഖയാണ്, അല്ലെങ്കിൽ ഈ 7 മണി ചർച്ചയുടെ ആധികാരികമായിട്ടുള്ള ക്ലിപ്പിംഗ് ആണെന്ന് തെളിയിക്കണം. അത്തരത്തിൽ വരുന്ന പ്രൊസീജിയർ 1-2 ദിവസം വൈകിയാലും അതിശക്തമായിട്ട് കേസെടുത്തു. പോലീസ് സ്റ്റേഷൻ ഇന്ന് കോടതിക്ക് ഹാജരായപ്പോ റിമാൻഡ് റിപ്പോർട്ടില്ല. അല്ല ഞാൻ പറയട്ടെ ഇന്ന് ഹാജരായപ്പോ റിമാൻഡ് റിപ്പോർട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്യാത്ത പ്രതിക്ക് പോലീസ് എങ്ങനെ റിമാൻഡ് റിപ്പോർട്ട് ഹാജരാക്കും? ഒരു പ്രതി നേരെ കോടതിയിൽ വന്ന് ഹാജരാവുകയാണ്. ആ നേരത്തെ അല്ല, അവസരം ഇപ്പൊ ഒളിച്ചു വന്ന ആർക്കും ഹാജരാകാമല്ലോ. ഏതെങ്കിലും തരത്തിൽ റിമാൻഡ് റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ പോലീസ് ഗൂഢാലോചന നടത്തി അറസ്റ്റ് ചെയ്ത് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നു പോലീസ്. PC ജോർജ് വീട്ടിലില്ല, തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം, തിങ്കളാഴ്ച എത്തിക്കോളാം എന്ന് PC ജോർജ് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു പോവുകയാണോ പോലീസ് ചെയ്യേണ്ടത്? അല്ല, ഇതൊക്കെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടല്ലേ? പോലീസ് കൃത്യമായി ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവ് പോലീസ് നടത്തി. അല്ല, പോലീസ് നിങ്ങൾക്ക് പോലീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പോലീസായിട്ട് ഏതെങ്കിലും റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നോ? വാർത്താക്കുറിപ്പ് തന്നോ? പോലീസ് ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അതിശക്തമായി പ്രതിയെ പിടിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. അതിശക്തമായ നടപടി ബോധ്യപ്പെടണ്ടേ? അതിശക്തമായി നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്താണ് തടസ്സമെന്നാണ് ചോദ്യം.
അല്ല ഇത് അല്ല നേരത്തെ ചെയ്തു എന്നെങ്കിലും സമ്മതിച്ചല്ലോ. അത് അന്ന് സമ്മതിക്കാതിരിക്കേണ്ട ചെയ്തതെന്താ? കാര്യം വീട് എന്താ? വളഞ്ഞു നടന്ന തെറ്റായി പോയി. കാര്യം സമ്മതിക്കുന്നതിൽ 74 എന്താണ് വയസ്സുള്ള ബുദ്ധിമുട്ട്? വൃദ്ധനല്ലേ, 3 തവണ പലതവണ MLA ആയിരുന്നല്ലോ, പലതവണ MLA ആയിരുന്ന ആളല്ലേ, 74 വയസ്സുള്ള ആളല്ലേ എന്നല്ലേ അന്നൊക്കെ ചർച്ച നടത്തിയത്. അന്നും ഇന്നും പോലീസിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്, കടമ നിർവഹിച്ചിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും അന്ന് ന്യായീകരിക്കാൻ കുറെ ആളുകൾ ഒരു മാധ്യമങ്ങളും എന്റെ അറിവിൽ PC ജോർജിനെ ന്യായീകരിച്ച് ചർച്ച നടത്തിയിട്ടില്ല. PC ജോർജിന് വേണ്ടി ഒരു മാധ്യമങ്ങളും ചർച്ച നടത്തിയിട്ടില്ല. ഒരു സ്ത്രീ വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് വായിൽ നിന്ന് വരിക എന്ന് ഭയന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ, അത് അസഭ്യവാചകങ്ങളാകാം, സ്ത്രീ വിരുദ്ധമാകാം, ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ സ്ത്രീ പീഡകർ അല്ലെങ്കിൽ ബലാത്സംഗം നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ്. നമ്മൾ കണ്ടതാണ് അല്ലേ? ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യത്തിൽ എന്താണ് നടത്തിയതെന്നും കന്യാസ്ത്രീകളെ എങ്ങനെ അപമാനിച്ചെന്നുള്ളതും കണ്ടതല്ലേ? അതുകൊണ്ട് തന്നെയാണ് 4 തവണ പോലീസ് കേസെടുത്തത്, അതുപോലെ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്, മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരായത്. അന്ന് പറഞ്ഞത് 7 വർഷം വരെ ശിക്ഷ കിട്ടുന്ന വകുപ്പല്ലേ, ഒരു നോട്ടീസ് കൊടുത്താൽ പോരായിരുന്നോ എന്നാണ് അന്ന് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചത്. അതിനുശേഷം ജാമ്യവ്യവസ്ഥ ലംഘിച്ചപ്പോൾ പോലീസ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത്, അത് സെഷൻസ് കോടതിയോട് പരിഗണിക്കാൻ പറഞ്ഞത്, മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, സുപ്രീം കോടതി വിധികളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. Debate with Smriti Parathikkad.